രാത്രിയായപ്പോൾ ഡോറ് തുറന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ ഒന്നിനും അല്ല കേട്ടോ, ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പുറത്തോട്ടേ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ 2 ബോട്ടിൽസ് ഇവിടെ കാണുന്നത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. സാധാരണയായിട്ട് ഒരു 4 മണി 5 മണി ആ ടൈമിലാണ് ഞാൻ ചെടി നനയ്ക്കാറ്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുറത്ത് നല്ല ചൂടാണ്, അതുപോലെ തന്നെ വെള്ളത്തിനും നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് തണുപ്പാവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ട് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മിക്കതും രാത്രി തന്നെയാണ് കേട്ടോ നനച്ചു കൊടുക്കുന്നത്. നല്ല പോലെ എല്ലാ ചെടികൾക്കും നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. എന്നാലും കുറേ ചെടികളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്, ചിലതൊക്കെ കരിയാറായിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, കരിഞ്ഞതിനും കരിയാത്തതിനും നല്ലപോലെ നിൽക്കുന്നതിനും എല്ലാത്തിനും ഒരു പക്ഷാഭേദം ഇല്ലാതെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നല്ല പോലെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇലകളും അതുപോലെ മണ്ണും ഒക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചൂടിനെ അതിജീവിച്ച് ചെടികൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ നനച്ചേ മതിയാവും കേട്ടോ. ഈ നനച്ചത് കൊണ്ട് മാത്രം നിൽക്കുമെന്നൊന്നും അറിയില്ല. ചില ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ കളറായി തുടങ്ങുന്നുണ്ട്. പറയുമ്പോൾ ഈ ഭാഗത്തോട്ട് ഭയങ്കരമായിട്ട് വെയിലൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഷെയ്ഡ് കെട്ടിയതിൻ്റെ അറ്റ ഭാഗത്ത് മാത്രമേ നല്ലോണം വെയിൽ തട്ടുന്നുള്ളൂ. എന്നാലും ചില ചെടികളൊക്കെ മഞ്ഞ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നനയ്ക്കുന്നതിൻ്റെ ഒരു കുറവ് കൊണ്ട് ചെടിക്ക് കിടന്നു വരരുത് എന്ന് വിചാരിച്ചിട്ട് നല്ല പോലെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചെടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ആ ചെടി കൊണ്ടൊന്നും ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഒരു പച്ചപ്പല്ലേ, അപ്പം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നനച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. എല്ലാ ചെടികളുടെ അടിയിലും നമ്മൾ പെബിൾസ് ഇട്ട് കൊടുത്തുകൊണ്ട് നനയ്ക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ മണ്ണ് തെറിക്കുന്ന ഒരു പ്രശ്നം കുറേ ഒഴിവായിട്ടുണ്ട്. മണ്ണ് തെറിക്കുന്ന പ്രശ്നം ഒഴിവായി എന്നുള്ളത് സത്യമാണ്. അതുകൂടാതെ തന്നെ ചെടികൾക്ക് നല്ല ഭംഗിയും ഒരു വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പെബിൾസ് ഇട്ടപ്പോൾ. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അതിൽ നിന്ന് ഇതേ 2-3 മുല്ലപ്പൂ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞു ചെടികളാണെന്നുണ്ടെങ്കിലും ഉള്ളതിൽ മുല്ലപ്പൂ നല്ലപോലെ വിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പറിച്ചെടുത്തിട്ടുണ്ട്. മുല്ലപ്പൂ കണ്ടാൽ എങ്ങനെ പറിച്ചെടുക്കാതിരിക്കുക അല്ലേ. അങ്ങനെ ഇതേ ചെടി നനയൊക്കെ കഴിഞ്ഞിട്ട് പറിച്ചെടുത്ത മുല്ലപ്പൂവായിട്ട് ഞാൻ അകത്തെത്തിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം അകത്തിരിക്കട്ടെ, അകത്തും കൂടെ ആ സ്മെല്ലങ്ങ് പരക്കട്ടെ.